ഹായ് ഓൾ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ +1 പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇനി നമുക്ക് ഫ്യൂ അൽഗോരിതം സെറ്റപ്പും അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട് മേക്കിംഗ് ക്രൈറ്റീരിയയും ഒക്കെയാണ് നമുക്കൊന്ന് തെറവായിട്ട് നോക്കി വയ്ക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അൽഗോരിതം പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഭാഗത്തേക്ക് പോകാം. ഓക്കെ, സോ അൽഗോരിതം ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു, അൽഗോരിതം എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ്, സ്റ്റാർട്ടിങ് വിത്ത് സ്റ്റാർട്ട് ആൻഡ് എൻഡിങ് വിത്ത് സ്റ്റോപ്പ്. പിന്നെ ഇത് അൽഗോരിതത്തിൽ നിന്നും ഫ്ലോ ചാർട്ടിലേക്ക് മാറ്റുന്ന സമയത്ത് ഓരോ ഇൻസ്ട്രക്ഷൻസും നമ്മൾ ഓരോ സിമ്പിൾസിനകത്തായിട്ടാണ് കൊടുക്കേണ്ടത്. ആ ഓരോ സിമ്പിളിനും ഓരോ പ്രൊസീജിയർ ഉണ്ട്. ലൈക്ക് ഇൻപുട്ടിന്, ഔട്ട്പുട്ടിന്, പ്രോസസ്സിന്, ഡിസിഷൻ മേക്കിങ്ങിന്, അല്ലെങ്കിൽ ഫ്ലോ ലൈൻസ് ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ സിമ്പിൾസിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതാ ആദ്യത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് 4.1 തൊട്ട് മുകളിൽ ഒരു 4 ലൈൻ തന്നിട്ടുണ്ട്. നമുക്ക് ആ പ്രൊസീജിയർ നോക്കിയിട്ട് അത് എന്തിനുള്ള പ്രോബ്ലം ആണ് എന്നുള്ളത് കണ്ടുപിടിക്കാം. സ്റ്റെപ്പ് 1 ഇൻപുട്ട് 3 നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ 3 നമ്പേഴ്സ് വെച്ചിട്ടുള്ള എന്തോ ഒരു പ്രൊസീജിയറാണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റെപ്പ് 2 ആഡ് ദീസ് നമ്പേഴ്സ് ടു ഗെറ്റ് ദ സം. അപ്പോൾ ഈ 3 നമ്പേഴ്സിനെയും നമ്മൾ ആഡ് ചെയ്ത് അതിൻ്റെ സമ്മ് സ്റ്റോർ ചെയ്യേണ്ടി വരുന്നുണ്ട്. സ്റ്റെപ്പ് 3 എന്താ പറയുന്നത്? ഡിവൈഡ് ദ സം ബൈ 3 ടു ഗെറ്റ് ദ ആവറേജ്. നമുക്കറിയാം ആവറേജ് കാണണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സം എടുത്ത് അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് കിട്ടും. ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ അത്രയേ പറയുന്നുള്ളൂ. കിട്ടിയ സം എന്താണോ ആ സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആവറേജ് എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ ഈ പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് 2 ഔട്ട്പുട്ട്സ് ആണ് കിട്ടിയിരിക്കുന്നത്, ഒന്ന് സമ്മും ഒന്ന് ആവറേജും. സോ സ്റ്റെപ്പ് 4 വരിക, പ്രിൻറ്റ് സം ആൻഡ് ആവറേജ്. പ്രിൻറ്റ് സം ആൻഡ് ആവറേജ്. അപ്പോൾ നമ്മുടെ ക്രൈറ്റീരിയ ഏകദേശം സെയിം ആണ് അല്ലേ? പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, ഈ അൽഗോരിതത്തിന് എന്താ പ്രശ്നം? നമ്മൾ തുടക്കം തൊട്ടേ പറഞ്ഞു, അൽഗോരിതം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റെപ്പ് 1 എന്തായിരിക്കും? സ്റ്റാർട്ടായിരിക്കും. പക്ഷെ ഇവിടെ സ്റ്റാർട്ടാണോ കൊടുത്തിരിക്കുന്നത്? അല്ല. അതുപോലെ തന്നെ സ്റ്റെപ്പ് 4 അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻഡ് ആയിരിക്കും. ഇവിടെ സ്റ്റെപ്പ് 4 പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അൽഗോരിതം റെഡി ആയിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് എന്നാണോ? അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അതിൻ്റേതായിട്ടുള്ള മെത്തേഡിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് മാറ്റി എഴുതാൻ പറ്റുക? ഇവിടെ വേറെ എന്തൊക്കെ മാറ്റങ്ങൾ വരണം? ലൈക്ക് ഇൻപുട്ട് 3 നമ്പേഴ്സ് എന്ന് പറയുന്നിടത്ത് നമുക്ക് 3 വേരിയബിൾസ് കൊടുക്കാം. വല്ല XYZ ABCയോ. അതുപോലെ തന്നെ ഈ നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേർഡ്സിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് കൊടുക്കാം? സം ഇസ് ഈക്വൽ ടു A + B + C എന്നോ X + Y + Z എന്നോ ഒക്കെ കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻപുട്ട് ചെയ്ത അതേ സ്പെല്ലിങ്സ് തമ്മിലേ നമ്മൾ ആഡ് ചെയ്യാനായിട്ടുള്ള ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് കൊടുക്കാം? ആ കിട്ടിയ സം എന്താണോ അതിനെ അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആ വാല്യൂവിനെ ആവറേജിൽ സ്റ്റോർ ചെയ്യണം. ദാറ്റ് മീൻസ് ആവറേജ് ഇസ് ഈക്വൽ ടു സം ബൈ 3 എന്ന് കൊടുക്കണം. ശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് സെയിം തന്നെ പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കാം. ആൻഡ് അതിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കണം? ഒരു സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പും കൂടെ കൊടുക്കണം, അത് എൻഡ് ആയിരിക്കും. അപ്പം നമ്മൾ ഈ അൽഗോരിതം നോക്കുക. 4.1 എന്താ പറഞ്ഞിരിക്കുന്നത്? ടു ഫൈൻഡ് ദ സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സെയിം പ്രൊസീജിയറാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 1 സ്റ്റാർട്ടാണ്. സ്റ്റെപ്പ് 2 ഇൻപുട്ട് ABC ആണ്. സ്റ്റെപ്പ് 3 S ഇസ് ഈക്വൽ ടു A + B + C. അപ്പോൾ എസ്സിലേക്കാണ് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? സമ്മ് എന്ന് പറയുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ റൈറ്റ് സൈഡിൽ ചെയ്യുന്ന കാൽക്കുലേഷൻ്റെ റിസൾട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് 4 AVG is equal to S by 3. That means
കിട്ടിയ സം എന്താണോ അതിനെ അതിൻ്റെ നമ്പർ അഥവാ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. കിട്ടുന്ന റിസൾട്ട് ലെഫ്റ്റ് സൈഡിൽ AVG എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. ദെൻ നമ്മുടെ കയ്യിൽ 2 ആൻസേഴ്സ് കിട്ടി. ഒന്ന് സമ്മാണ് എസ്, അടുത്തത് ആവറേജ് ആണ് AVG. സ്റ്റെപ്പ് 5ൽ നമുക്ക് എന്ത് കൊടുക്കാം? ഇത് രണ്ടിനെയും പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കാം. വളരെയധികം നീട്ടി വലിച്ച് എഴുതേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? പ്രിൻ്റ് എസ് AVG. ഇനി നമുക്ക് തെറ്റിപ്പോവരുത്, നമ്മൾ പ്രിൻ്റ് സം ആൻഡ് ആവറേജ് എന്ന് കൊടുക്കരുത്. കാരണം എന്താണ്? ഈ ഒരു അൽഗോരിതത്തിൽ സമ്മും ആവറേജും അല്ല ഉള്ളത്, പകരം എന്താണ്? എസ്സും AVGയും. അതിനുശേഷം നമുക്ക് എന്ത് കൊടുക്കാം? സ്റ്റെപ്പ് 6ൽ സ്റ്റോപ്പ് എന്ന് കൊടുക്കാം. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് അൽഗോരിതത്തിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ അൽഗോരിതം ഡിസ്കസ് ചെയ്തു. ഈ അൽഗോരിതത്തിനെ എങ്ങനെ ഒരു ഫ്ലോ ചാർട്ടിലേക്ക് മാറ്റാം എന്നുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കാം. സോ ഈ എക്സാമ്പിൾ ഒന്ന് നോക്കുക. നേരത്തെ നമ്മൾ എങ്ങനെയൊക്കെയാണോ ഇൻപുട്ട്സ് ചെയ്തിരുന്നത്, എങ്ങനെയൊക്കെയാണോ ഔട്ട്പുട്ട് ചെയ്തിരുന്നതെന്നൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വേണം. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത അൽഗോരിതത്തിൽ മൊത്തം 6 സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ നമുക്ക് ആകെ 5 സ്റ്റെപ്സേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 6 എങ്ങനെ 5 ആയി എന്നുള്ളതും നമുക്ക് ഈ ഭാഗത്ത് തന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പും ലാസ്റ്റ് സ്റ്റെപ്പും ഒന്ന് നോക്കിക്കേ. അതൊരു ടെർമിനൽ സിമ്പിളാണ് അല്ലേ? സ്റ്റാർട്ടും എൻഡും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെർമിനൽ സിമ്പിളാണ്. ഇനി ഈ ടെർമിനൽ സിമ്പിളിൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മുടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. സോ ആദ്യത്തെ സ്റ്റെപ്പിൽ സ്റ്റാർട്ട് കൊടുത്തു, നേരെ ഒരു ഫ്ലോ ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലോ ലൈനിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡാണ്. അതിനകത്ത് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? ഇൻപുട്ട് ABC. ഈ ഇൻപുട്ട് ABC എന്ന് പറയുന്നത് ഇൻപുട്ട് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്കറിയാം ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ പാരലലോഗ്രാം എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. അതങ്ങനെ തന്നെയാണ് ഈ അൽഗോരിതത്തിൽ കൊടുത്തിരിക്കുന്നത്. ശേഷം അവിടെ നിന്നും അടുത്ത ഫ്ലോ ലൈൻ പോകുന്നത് നമ്മുടെ പ്രോസസ്സിലേക്കാണ്. പ്രോസസ്സുകൾ എന്തൊക്കെയാണ് ഈ പ്രോഗ്രാമിൽ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് നമുക്ക് സമ്മ് ഫൈൻഡ് ചെയ്യണം, അടുത്തത് നമുക്ക് ആവറേജ് ഫൈൻഡ് ചെയ്യണം അല്ലേ? അപ്പം നമ്മൾ സമ്മ് ഫൈൻഡ് ചെയ്യാൻ S is equal to A plus B plus C എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും? A plus B plus C ചെയ്ത് റിസൾട്ട് എന്താണോ അത് Sൽ വന്ന് സ്റ്റോർ ആവും. അതുപോലെ തന്നെ AVG is equal to S/3. S/3 ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്താണോ അത് നമ്മുടെ ആവറേജ് ആണ്. അതിനെ നമ്മൾ എവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്തു? AVGയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്തു. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, ഈ S is equal to A plus B plus Cയും AVG is equal to S/3യും പ്രോസസ്സുകളാണ് അല്ലേ? അല്ലെങ്കിൽ 2 കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ ഈ കാൽക്കുലേഷൻസ് ഒന്നിച്ച് വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരേ സിമ്പിളിനകത്ത് ഒരു സമയം ഇൻക്ലൂഡ് ചെയ്യാം. അതേസമയം നമുക്ക് വേണ്ട, ഇങ്ങനെ വേണ്ട, 2 സെപ്പറേറ്റ് ആയിട്ട് കിടന്നോട്ടെ എന്നാണെങ്കിൽ S എന്ന് പറയുന്നത് ഒരു ബോക്സിലും AVG എന്ന് പറയുന്നത് അടുത്ത ബോക്സിലും ഫൈൻഡ് ചെയ്യുന്നതായിട്ട് കാണിക്കാം. ആൻഡ് ദ സിമ്പിൾ യൂസ്ഡ് ഇസ് എ റെക്റ്റാങ്കിൾ സിമ്പിൾ. 2 രീതിയിൽ ചെയ്താലും ആൻസർ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നേരെ അടുത്ത ഫ്ലോ ലൈനുമായിട്ട് പോകാം. എങ്ങോട്ട്? അടുത്ത സിമ്പിളുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് അഗെയിൻ ഒരു ഔട്ട്പുട്ട് സിമ്പിളാണ്. പ്രിൻറ്റ് S, AVG. ഈ ഔട്ട്പുട്ട് സിമ്പിളാണ് എന്ന് മനസ്സിലായത് എന്തുകൊണ്ടാണ്? ഒന്നാമത് ആ വരച്ചിരിക്കുന്ന സിമ്പിൾ നമ്മൾ കണ്ടു അല്ലേ? അടുത്തത് എന്താണ്? പ്രിൻറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്തു. പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ഫ്ലോ ലൈൻ കൊണ്ടുപോകുന്നത് സ്റ്റോപ്പിലേക്കാണ്. സോ വി ക്യാൻ സ്റ്റോപ്പ് ദ ഫ്ലോ ചാർട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ ഫ്ലോ ചാർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു എക്സാമ്പിളും കൂടെ നമുക്കൊന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കുക, 4.2. ടു ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മുടെ കയ്യിൽ ആദ്യം വേണം. എന്താണ് റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫോർമുലാസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും.
പക്ഷെ ചില സമയങ്ങളിൽ അത് തരാറില്ല. അത് നമ്മൾ കയ്യിൽ നിന്ന് ഇട്ടിട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട ഫോർമുലാസൊക്കെ നമുക്ക് ഇതിനൊപ്പം തന്നെ കയ്യിൽ കരുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്തൊക്കെ വേണം? ഈ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വേണം. അപ്പോൾ നമുക്ക് പെരിമീറ്റർ കാണാനുള്ള പരിപാടി എന്താണെന്ന് നോക്കാം. സോ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ കാണാൻ വേണ്ടിയിട്ട് 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്നാണ് ഫോർമുല. സോ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്തും അതുപോലെ തന്നെ ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്തുമാണ്. അപ്പോൾ ഈ രണ്ട് ഫോർമുലാസ് നമ്മുടെ കയ്യിൽ വേണം. ഈ രണ്ട് ഫോർമുലാസും നോക്കിയിട്ട് വേണം നമുക്ക് എന്തൊക്കെ ഇൻപുട്ടായിട്ട് കളക്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ. ഓക്കെ, സോ സ്റ്റെപ്പ് 1 സ്റ്റാർട്ടായിരിക്കും, അത് നമ്മൾ നോട്ട് ചെയ്തു. ഇനി സ്റ്റെപ്പ് 2ൽ നമുക്ക് എന്തൊക്കെ കളക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് നോക്കുക. ഇവിടെ രണ്ട് ഇക്വേഷനിലും ഈക്വലായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന രണ്ട് പേരുകളാണ്, ഒന്ന് ലെങ്ത്തും അടുത്തത് ബ്രെഡ്ത്തും അല്ലേ. അപ്പോൾ ഈ ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയുമാണ് നമ്മളിവിടെ ഇൻപുട്ടായിട്ട് കളക്ട് ചെയ്യേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പേരുകളൊന്നും വളരെയധികം നീട്ടി വലിച്ച് ചെയ്യേണ്ട കാര്യമില്ല. മാത്സിലായാലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ ഫസ്റ്റ് സ്പെല്ലിങ്സ് മാത്രം യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടോ ഒക്കെ ഡിനോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ നമുക്കിവിടുത്തെ ലെങ്ത്തിനെ L എന്നും ബ്രെഡ്ത്തിനെ B എന്നും മാർക്ക് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ് എന്നുണ്ടെങ്കിൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അല്ലാണ്ട് ക്യാപിറ്റൽ ലെറ്ററിനെ ഇൻപുട്ട് ചെയ്തിട്ട് പ്രിൻ്റിൽ കൊണ്ടുപോയി സ്മോൾ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സോ നമുക്ക് ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും കളക്ട് ചെയ്യണം. അതുകൊണ്ട് സ്റ്റെപ്പ് 2ലേക്കൊന്ന് നോക്കുക, ഇൻപുട്ട് L, B. ഇനി സ്റ്റെപ്പ് 3 എന്താണ്? പെരിമീറ്റർ കാണണം അല്ലേ. സോ P ഇസ് ഈക്വൽ ടു 2 സ്റ്റാർ ഒരു പാരാന്തസിസ് ഓപ്പൺ ചെയ്തു, L പ്ലസ് B കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 2 ഇൻറ്റു L പ്ലസ് B എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഏരിയ കാണണം. ഏരിയ കാണാൻ വേണ്ടിയിട്ട് A എന്ന് പറയുന്ന ലെറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ A ഇസ് ഈക്വൽ ടു L സ്റ്റാർ B. അപ്പോൾ എന്ത് ഫൈൻഡ് ആയിട്ടുണ്ട്? ഈ പെരിമീറ്ററും ഏരിയയും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സ്റ്റെപ്പ് 5ൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന് നേരെ പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കണം. സോ പ്രിൻ്റ് P, A. ഇതിൻ്റെ ഓർഡർ നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ ഫൈൻഡ് ചെയ്യുന്നത് ആദ്യം P ആണ്, പക്ഷെ നിങ്ങൾക്ക് ആദ്യം കോൾ ചെയ്യാൻ താല്പര്യം A ആണെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് A, P എന്ന് കൊടുക്കാം. സ്റ്റെപ്പ് 6ൽ നമ്മൾ സ്റ്റോപ്പും കൊടുത്തു. ഇനി നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഫ്ലോ ചാർട്ടിലേക്ക് മാറ്റുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ സ്റ്റാർട്ടും എൻഡും ആസ് യൂഷ്വൽ നമ്മൾ ടെർമിനൽ സിമ്പലിൽ കൊടുത്തേക്കുക. ഇൻപുട്ട് LB എന്ന് പറയുന്നത് പാരലോഗ്രാമിനകത്താണ് കൊടുക്കേണ്ടത്. പെരിമീറ്ററും ഏരിയയും ഫൈൻഡ് ചെയ്യുന്നത് തൊട്ടടുത്തുള്ള 2 സ്റ്റെപ്സിലായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ ഒരൊറ്റ റെക്റ്റാങ്കിൾ സിമ്പിളിൻ്റെ അകത്ത് കൊടുക്കാനായിട്ട് പറ്റും. ദെൻ പ്രിൻ്റ് P, A എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്കതിനെ പാരലോഗ്രാം സിമ്പലിനകത്ത് കൊടുക്കാം. ദെൻ സ്റ്റോപ്പ്. സോ ഇത്രയുമാണ് നമുക്കൊരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററും ഏരിയയും കാണാനുള്ള ഒരു അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന സ്റ്റെപ്സ്. ഇപ്പം നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ടു പ്രിപ്പയർ ആൻ അൽഗോരിതം എന്നാണ് എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ദ അൽഗോരിതം ഓൺലി. അന്നേരം അൽഗോരിതത്തിൻ്റെ 1-2 സ്റ്റെപ്പ് എഴുതി ഫ്ലോ ചാർട്ടിൻ്റെ തുടക്കത്തിലുള്ള 1-2 സ്റ്റെപ്പ് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. ചില ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് വെറും അൽഗോരിതം ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളോട് ഫ്ലോ ചാർട്ട് ആയിരിക്കാം, ചിലപ്പോൾ രണ്ടുമായിരിക്കാം. ഓക്കെ, ഇനി ഇതൊന്നുമല്ലെങ്കിൽ നിങ്ങളോട് സിംപ്ലി എന്താണ് അൽഗോരിതം പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ് അല്ലെങ്കിൽ എന്താണ് ഫ്ലോ ചാർട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന സിമ്പിൾസ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ 4.3 നോക്കുക. 4.3 എന്തിനുള്ള പ്രോഗ്രാമാണ്? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടോളർ വൺ എമംഗ് 2 സ്റ്റുഡൻസ്. നമ്മുടെ കയ്യിൽ 2 പേരുണ്ട്. ആ 2 പേരിൽ ആരാണ് ടോളർ വൺ എന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ,
അപ്പം നമ്മൾ അതിനുള്ള അൽഗോരിതം നോക്കണം. അൽഗോരിതം നോക്കുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഇത്രയും നേരം ആഡ് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന 2 പേര് കമ്പയർ ചെയ്ത്, ആ വേർഡ് ശ്രദ്ധിക്കുക, കമ്പയർ ചെയ്ത് അതിൽ വലിയ ആൾ ആരാണ് എന്ന് കണ്ടുപിടിക്കണം. സോ കമ്പയർ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് കമ്പാരിസൺ ഓപ്പറേറ്റർ അല്ലേ? ഏതൊക്കെയാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റിയത്? ഒന്നെങ്കിൽ ലെസ് ദാൻ എടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എടുക്കാം അല്ലേ? ക്വസ്റ്റ്യനകത്ത് ടോളർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും കുറയ്ക്കേണ്ട, ഗ്രേറ്റർ ദാൻ തന്നെ എടുക്കാം അല്ലേ? ഗ്രേറ്റർ ദാൻ. അപ്പം നമ്മൾ അൽഗോരിതം തന്നിട്ടുണ്ട്, ഒന്ന് നോക്കിക്കേ. അൽഗോരിതത്തിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് 1 നോക്കുക. സ്റ്റാർട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് 2 ഇൻപുട്ട് 2 ഹൈറ്റുകൾ ഏതൊക്കെ? H1, H2. ദെൻ സ്റ്റെപ്പ് 3 ഇഫ് H1 ഗ്രേറ്റർ ദാൻ H2, H1 ആണ് H2വിനേക്കാളും വലുത്, ദെൻ പ്രിൻറ്റ് H1. അപ്പോൾ ആരാ വലുത്? H1 ആണ് വലുത്. ഇനി ചിലപ്പോൾ അങ്ങനെ ആവില്ല അല്ലേ? ചിലപ്പോൾ H2 വലുതാവാം. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ തെറ്റൂലേ? H1 ഗ്രേറ്റർ ദാൻ H2 ആണെങ്കിലേ H1 പ്രിൻ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സ്റ്റെപ്പ് 5 പോകും. സ്റ്റെപ്പ് 5 എന്താ ഉള്ളത്? എൽസ്. ഇഫിലുള്ള കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അഥവാ ഇഫിലുള്ള കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എൽസ് പാർട്ടിലേക്ക് പോകും. എൽസിൽ എന്താണോ പ്രിൻ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത് അതിനെ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ എൽസിൽ എന്താ ഉള്ളത്? സ്റ്റെപ്പ് 6 നോക്കുക. പ്രിൻറ്റ് H2. H1 അല്ലെങ്കിൽ പിന്നെ ആരാ വലുത്? H2. അപ്പം നമ്മളിവിടെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു കണ്ടീഷൻ വെച്ചു. എന്താണ്? H1 ഗ്രേറ്റർ ദാൻ H2 ആണോ അല്ലയോ കമ്പയർ ചെയ്തു അല്ലേ? കമ്പാരിസൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫ് യൂസ് ചെയ്തതുകൊണ്ട് സ്റ്റെപ്പ് 7 നമ്മൾ എന്തും കൂടെ ചെയ്യണം? എൻഡ് ഓഫ് ഇഫ്. ദെൻ സ്റ്റെപ്പ് 8 സ്റ്റോപ്പ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിനെ എങ്ങനെയാണ് ഈ അൽഗോരിതത്തിനെ നമ്മൾ ഫ്ലോ ചാർട്ടിലേക്ക് മാറ്റുക എന്ന് നോക്കുക. സ്റ്റാർട്ടും എൻഡും ടെർമിനൽ സിമ്പിൾസ് കൊടുത്തു. ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ്? ഇൻപുട്ട് H1, H2 പാരലലോഗ്രാമിനകത്ത് കൊടുത്തു. അടുത്തത് ഒരു ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇഫിൽ കമ്പയർ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. H1 ആണോ H2 ആണോ വലുത് എന്നുള്ള കണ്ടുപിടുത്തമാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത് അല്ലേ? സോ H1 ഗ്രേറ്റർ ദാൻ H2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആണോ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതാണ്? ഡിസിഷൻ മേക്കിംഗ് സിമ്പിൾ അല്ലേ? അല്ലെങ്കിൽ ഡയമണ്ട് സിമ്പിൾ, റോംബസ് സിമ്പിൾ എന്നൊക്കെ പറയാറുണ്ട്. ആ സിമ്പിളിന് ഇവിടെ യൂസ് ചെയ്യാണ്. ആ ഡയമണ്ട് ഷേപ്പ് നമ്മളിവിടെ ഡ്രോ ചെയ്തു. അതിനകത്ത് എന്ത് കൊടുത്തു? ഈസ് H1 ഗ്രേറ്റർ ദാൻ H2 ക്വസ്റ്റ്യൻ മാർക്ക്. അങ്ങനെയാണോ? ആണെങ്കിൽ യെസ് എന്ന് പറയുന്ന ലൈനിലേക്ക് കയറും. യെസ്സിൽ എന്താ ഉള്ളത്? പ്രിൻറ്റ് H1 പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു ഫ്ലോ ലൈൻ സ്റ്റോപ്പിലേക്കാണ് കൊണ്ടുപോകുന്നത് അല്ലേ? ഇനി ഇൻ കേസ് H1 ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ H2 ആണെങ്കിൽ നോ എന്ന് പറയുന്ന ഫ്ലോ ലൈനിലേക്ക് നമ്മുടെ കൺട്രോൾ മൂവ് ചെയ്യും. ആ കൺട്രോൾ നമ്മൾ നേരെ എവിടേക്ക് എത്തിക്കുന്നത്? ദ ഔട്ട്പുട്ട് സിമ്പിൾ പ്രിൻറ്റ് H2 അല്ലേ? പ്രിൻറ്റ് H2 ചെയ്ത് കഴിഞ്ഞാലും നേരെ നമ്മൾ സ്റ്റോപ്പിലേക്ക് പോകുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ യെസ് എന്ന് പറയുന്ന ലൈനിലൂടെ കടന്നുപോയി ആ ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിൻ്റ് ചെയ്ത് സ്റ്റോപ്പിലേക്ക് പോവുക. സ്റ്റോപ്പിലേക്കോ ഇനി അഥവാ ഇനിയും വലിയൊരു പ്രോഗ്രാം ആണെങ്കിൽ അടുത്ത ലൈനിലേക്ക് പോവുക. അതേസമയം കണ്ടീഷൻ ഫോൾസ് ആണ് എന്നുണ്ടെങ്കിൽ, കണ്ടീഷൻ തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ മൂവ് ടു ദ ലൈൻ നോ. എന്നിട്ട് എന്ത് ചെയ്യും? എൽസിലുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യും. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് 4.4. 4.4 എന്താ പറഞ്ഞിരിക്കുന്നത്? ടു ഇൻപുട്ട് ദ സ്കോർസ് ഒബ്റ്റെയിൻഡ് ഇൻ 3 യൂണിറ്റ് ടെസ്റ്റ് ആൻഡ് ഫൈൻഡ് ദ ഹയസ്റ്റ് സ്കോർ. നേരത്തെ നമ്മളോട് പറഞ്ഞു 2 ആളുകൾ നിൽക്കുന്നുണ്ട്, അവരിൽ നീളമുള്ളവൻ ആരാണ് എന്ന് കണ്ടുപിടിക്കണം
അല്ലേ? 2 പേരുടെ കയ്യിൽ നിന്നും വലുതാരാണെന്ന് കണ്ടുപിടിക്കണം. വളരെ സിമ്പിളായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 3 യൂണിറ്റ് ടെസ്റ്റ് നടത്തി അതിനകത്തുള്ള മാർക്ക് തന്നിട്ടുണ്ട്. അതിലെ ഹയസ്റ്റ് സ്കോറിനെ കണ്ടുപിടിക്കണം അല്ലേ? അപ്പം നമുക്ക് ഒരു പ്രോഗ്രാമിൻ്റെ അൽഗോരിതം പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ആലോചിച്ച് വെക്കാം എന്തൊക്കെയാണ് ആവശ്യം അല്ലേ? ഇൻപുട്ട് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 3 യൂണിറ്റ് ടെസ്റ്റിൻ്റെ മാർക്കുകളാണ്. ക്ലിയർ അല്ലേ? 3 യൂണിറ്റ് ടെസ്റ്റിൻ്റെ മാർക്കുകൾ. അപ്പം നമുക്ക് ഈ മാർക്കുകളെ M1, M2, M3 എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ചിലപ്പോൾ M1 ആയിരിക്കും വലുത്. അങ്ങനെയാണെങ്കിൽ M1 M2നെക്കാളും M3നെക്കാളും വലുതാണെന്ന് കാണിക്കണം. അഥവാ M2 ആണെങ്കിലോ M2 ഗ്രേറ്റർ ദാൻ M1 ആണ് അല്ലെങ്കിൽ M3 ആണ് എന്നും കാണിക്കണം. ഇനി M3 ആണ് ഗ്രേറ്റർ എങ്കിൽ M1നെക്കാളും M2നെക്കാളും വലുതാണ് എന്ന് കാണിക്കണം. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റെപ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണ് ഒരു അൽഗോരിതത്തിൽ മിനിമൽ സ്റ്റെപ്പിൽ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ നമ്മുടെ അൽഗോരിതത്തിനകത്തേക്ക് പോവുകയാണ്. സ്റ്റാർട്ട് സ്റ്റെപ്പ് 1 കൊടുത്തു. സ്റ്റെപ്പ് 2 ഇൻപുട്ട് M1, M2, M3 3 മാർക്കുകൾ എൻ്റർ ചെയ്യാനുള്ള ഒരു സ്ഥലം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? സ്റ്റെപ്പ് 3 നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്? എന്താണ് കണ്ടീഷൻ കൊടുക്കുന്നത്? ഇഫിൽ M1 ഗ്രേറ്റർ ദാൻ M2 ആൻഡ് M1 ഗ്രേറ്റർ ദാൻ M3. ആൻഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? നമ്മൾ ആൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ കയ്യിൽ? ആൻഡ് ഓർ നോട്ട് എന്ന് പറയുന്ന ലോജിക്കൽ എക്സ്പ്രഷൻസ് ഉണ്ട് അല്ലേ? ഈ ആൻഡിൻ്റെ അർത്ഥം എന്താണ്? രണ്ടും ട്രൂ ആയിരിക്കണം അല്ലേ? ആ ആൻഡിൻ്റെ 2 സൈഡിലും ഉള്ള കണ്ടീഷൻസ് ട്രൂ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലേ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവുള്ളൂ. സോ M1 ഗ്രേറ്റർ ദാൻ M2 ആൻഡ് M1 ഗ്രേറ്റർ ദാൻ M3. അതായത് M1 M2വിനേക്കാളും വലുതായിരിക്കണം, M3നെക്കാളും വലുതായിരിക്കണം. ദെൻ പ്രിൻറ്റ് M1. അങ്ങനെയാണെങ്കിൽ പിന്നെ വലുതാരാണ്? M1 തന്നെയാണ് അല്ലേ? ഇൻ കേസ് ഈ കണ്ടീഷൻ തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എൽസിഫ് ആണ്. ഓക്കെ, ആദ്യത്തെ തൊട്ട് മുന്നത്തെ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്തത് ഇഫ് എൽസ് ആണ് അല്ലെങ്കിൽ സിമ്പിൾ ഇഫ് ആണ്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് എൽസ് ഇഫ് ആണ്. അപ്പോൾ ഈ എൽസ് ഇഫിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? M2 ഗ്രേറ്റർ ദാൻ M3. അപ്പം നമുക്ക് M1 ആണോ എന്ന് നോക്കി. M1 അല്ലെങ്കിൽ നമ്മൾ ഇനി ആരെയാണ് ചെക്ക് ചെയ്യുക? M2 ആണോ വലുത് എന്ന് നോക്കുകയാണ്. അപ്പോൾ M1 അല്ല എന്നുള്ള കണ്ട സ്ഥിതിക്ക് നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? M2നെയും M3നെയും കമ്പയർ ചെയ്താൽ മതി. M1നെ ഇനി നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ എൽസിഫ് എന്ന് പറയുന്ന ഭാഗത്ത് കമ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? M2 ഗ്രേറ്റർ ദാൻ M3 ആണോ? ദെൻ പ്രിൻറ്റ് M2. അങ്ങനെയാണെങ്കിൽ ആരാ വലുത്? M2 ആണ്. ഇനി ഇതും തെറ്റി. ഈ എൽസിഫിലുള്ള M2 ഗ്രേറ്റർ ദാൻ M3 ശരിയല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അടുത്ത പോർഷനിലേക്ക് പോകും. ആൻഡ് ദ നെക്സ്റ്റ് പോർഷൻ ഇസ് സ്റ്റെപ്പ് 7. എന്താണ്? എൽസിനകത്ത് എന്താണ് പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് സ്റ്റെപ്പ് 8 കൊടുത്തിരിക്കുന്നത്. പ്രിൻറ്റ് M3. അപ്പോൾ M1 അല്ല, M2 അല്ല, അപ്പോൾ ആരാണ്? M3 ആണ് വലുത്. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ട്രൂ ആവും. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ടായി. ഇപ്പോൾ M1 ആണ് ആദ്യം തന്നെ ട്രൂ ആയതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ എൽസിലേക്കോ നമ്മൾ കയറില്ല. പകരം നമ്മൾ എങ്ങോട്ട് പോകും? സ്റ്റെപ്പ് 9 പോകും. എൻഡ് ഓഫ് ഇഫ്. ദെൻ സ്റ്റെപ്പ് 10 സ്റ്റോപ്പ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മുടെ കണ്ടീഷൻ ശരിയായി കഴിഞ്ഞാൽ വി ഗോട്ട് അവർ ആൻസർ. M1 ആണ് വലുതെന്ന് കിട്ടി. അവിടെ നിന്ന് തന്നെ പരിപാടി നിർത്തി നമ്മൾ എങ്ങോട്ട് പോകേണ്ടി വരും? സ്റ്റോപ്പിലേക്ക് പോകേണ്ടി വരും. ഇനി M2 ആണ് ശരിയായത് എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് 6 കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റെപ്പ് 9 പോകേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തും കൂടെ ചെയ്യണം? നമ്മൾ ഫ്ലോ ചാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെയും ഇത് ഫ്ലോ ലൈൻസ് യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താണ്? നമ്മൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇൻഡൻറ്റേഷൻ യൂസ് ചെയ്തിട്ട് കുറച്ച് വൃത്തിയിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എൻഡ് ഓഫ് ഇഫ് ഒക്കെ കൊടുത്തത് കൊണ്ട് തന്നെ എവിടെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ലാസ്റ്റ് സ്റ്റെപ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് കാണാനായിട്ട് നമുക്ക് എളുപ്പം പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അൽഗോരിതത്തിലേക്ക് പോവാം. ഫ്ലോ ചാർട്ടിലേക്ക് പോവാം. എങ്ങനെയാണ് ഫ്ലോ ചാർട്ട്? ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടാണ്. ടെർമിനലിൽ കൊടുത്തു. ഇൻപുട്ട് M1, M2, M3 എന്ന് പറയുന്നത് പാരലലോഗ്രാം കൊടുത്തു.
ഇനി സ്റ്റെപ്പ് 3 എന്താണ്? നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്താ ഡിസിഷൻ മേക്കിങ്ങിൽ ഉള്ള സ്റ്റെപ്പ്? ഈസ് M1 ഗ്രേറ്റർ ദാൻ M2 ആണോ ആൻഡ് M1 ഗ്രേറ്റർ ദാൻ M3 ആണോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് രണ്ടുമാണെങ്കിൽ, ട്രൂ ആണെങ്കിൽ, M1 ആണ് വലുത് അല്ലേ, അങ്ങനെയാണെങ്കിൽ യെസ് എന്ന് പറയുന്ന ലൈനിലേക്ക് പോകും. M1നെ പ്രിൻ്റ് ചെയ്യും. ആ ലൈൻ നേരെ വരുന്നത് സ്റ്റോപ്പിൻ്റെ തൊട്ട് മുകളിലേക്കാണ്. അഥവാ ഈ കണ്ടീഷൻ തെറ്റി, M1 അല്ല വലുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് ഡയമണ്ട് ഷേപ്പിൽ നിന്നും നോ ലൈനിലേക്ക് കയറി സെക്കൻഡ് ഡയമണ്ട് ഷേപ്പിലേക്ക് കയറും. അതിലെന്താ ഉള്ളത്? ഈസ് M2 ഗ്രേറ്റർ ദാൻ M3. അങ്ങനെയാണെങ്കിൽ ആരാ വലുത്? M2 ആണ് അല്ലേ. അപ്പം നമ്മൾ യെസ് ലൈനിലേക്ക് പോകും, പ്രിൻ്റ് M2 ചെയ്യും, നേരെ സ്റ്റോപ്പിൻ്റെ മുകളിൽ വന്ന് നിൽക്കും. ഇനി ഇതും തെറ്റി. അങ്ങനെയാണെങ്കിൽ എഗെയിൻ നമ്മൾ രണ്ടാമത്തെ ഡയമണ്ട് ഷേപ്പിൽ നിന്നും നോ എന്ന് പറയുന്ന ലൈൻ വഴി പ്രിൻ്റ് M3 എന്ന് പറയുന്ന പാരലലോഗ്രാമിലേക്ക് പോകും. M3യെ പ്രിൻ്റ് ചെയ്തതിന് ശേഷം സ്റ്റോപ്പിലേക്ക് പോകും. സോ ഇതാണ് നമ്മുടെ 3 മാർക്കുകളിൽ നിന്നും ഹയസ്റ്റ് സ്കോർ കണ്ടുപിടിക്കാനുള്ള അൽഗോരിതവും ഫ്ലോ ചാർട്ടും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം ആരോ എന്നൊക്കെ, ഈ ഡയമണ്ട് ഷേപ്പിൽ നിന്നും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടണം, ലോജിക്ക് കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾ റൈറ്റിലേക്കാണോ യെസ് കൊടുക്കുന്നതെന്നോ താഴോട്ടാണോ യെസ് കൊടുക്കുന്നത് എന്നോ ഒന്നും ഉള്ളതിനല്ല കാര്യം. ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് പ്രോഗ്രാം നോക്കുക. 4.5 to print the numbers from 1 to 100. നമ്മൾ ഈ 1 തൊട്ട് 5 വരെയോ 1 തൊട്ട് 10 വരെയൊക്കെ ആണെങ്കിൽ സിമ്പിളാണ്, നമുക്ക് പ്രിൻ്റ് ചെയ്താൽ മതി അല്ലേ, ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്യിച്ചാൽ മതി. പക്ഷെ അല്ലാത്ത സിറ്റുവേഷൻ ലൈക്ക് 1 to 100 ആണെങ്കിൽ ഈ 100 നമ്പർ വരെയൊന്നും നമ്മൾ അടിച്ചിരിക്കൂല അല്ലേ. അപ്പം നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി ലൂപ്പ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഫ് യൂസ് ചെയ്തിട്ടും ഇതേ പരിപാടികൾ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് എങ്ങനെയാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സ്റ്റെപ്പ് 1-നകത്ത് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് 2-നകത്ത് ഒരു നമ്പർ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. n=1 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് 1 ആയിട്ട്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്ന് പറയുന്ന നമ്പറിൽ നിന്നാണ്. സ്റ്റെപ്പ് 3-ൽ എന്ത് കൊടുത്തു? പ്രിൻ്റ് n, അതായത് ആ 1നെ എന്ത് ചെയ്യണം? പ്രിൻ്റ് ചെയ്യണം. 1നെ പ്രിൻ്റ് ചെയ്തതിന് ശേഷം സ്റ്റെപ്പ് 4-ൽ എന്ത് പറയുന്നുണ്ട്? n=n+1, അതായത് n=1+1. ദാറ്റ് മീൻസ് ഇപ്പം n എത്രയാകും? 2. ഒരൊറ്റ 1 ഇൻക്രിമെൻ്റ് ചെയ്യും, എന്നിട്ട് 2 ആകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റെപ്പ് 5-ൽ ഇഫ് n< or=100 ആണ് അല്ലേ, 1 ആയാലും 2 ആയാലും എന്താണ് അവസ്ഥ? <100 ആണ്. ദെൻ ഗോ ടു സ്റ്റെപ്പ് 3. നേരെ സ്റ്റെപ്പ് 3ലേക്ക് പോയി പ്രിൻ്റ് n പറഞ്ഞു. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ n എത്രയാ? 2 ആണ്. അതിനെ അങ്ങ് പ്രിൻ്റ് ചെയ്യും, 2 എന്ന് പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് സ്റ്റെപ്പ് 4-ൽ അത് 3 ആയിട്ട് മാറും. 3< or=100 ആണോ എന്ന് നോക്കും. എന്നിട്ട് നേരെ സ്റ്റെപ്പ് 3-ൽ പോയി 3 പ്രിൻ്റ് ചെയ്യും. അങ്ങനെ ഇത് 100 വരെ പ്രിൻ്റ് ആകും. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 7-ൽ എന്ത് പറയുന്നുണ്ട്? സ്റ്റോപ്പ് പറയുന്നുണ്ട്. അപ്പോൾ 1 തൊട്ട് 100 വരെ ഇവിടെ നമുക്ക് പ്രിൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇൻ കേസ് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്ത് n< ആണ് കൊടുത്തത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ 100 കൊടുക്കാൻ പാടില്ല, പകരം നമ്പർ എത്ര വേണ്ടി വരും? 101 വേണ്ടി വരും. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ 99 വരെ മാത്രം മതി, 100 വേണ്ട. അങ്ങനെയാണെങ്കിൽ n<100 എന്ന് മാത്രം മതി. അപ്പോൾ ഈ കണ്ടീഷൻസിൽ ചില സമയങ്ങൾ മാറ്റങ്ങളൊക്കെ വരും കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം അറ്റൻഡ് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ തെറ്റിയാൽ നമുക്ക് വരുന്ന ഔട്ട്പുട്ട് വ്യത്യാസമുള്ള രീതിയിലാണ് വരിക. അപ്പോൾ ഈ 1 to 100 വരെ പ്രിൻ്റ് ചെയ്യാനുള്ള അൽഗോരിതം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതേ അൽഗോരിതത്തിനെ എങ്ങനെയാണ് നമ്മൾ ഒരു ഫ്ലോ ചാർട്ടിലേക്ക് മാറ്റുക എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. സോ സ്റ്റാർട്ട് ഒരു ടെർമിനൽ ഷേപ്പിൽ കൊടുത്തു. ഫസ്റ്റ് സ്റ്റെപ്പ് 2 എന്തായിരുന്നു? n=1. അതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലേ. സോ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? n=1 എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താണ് ഇവിടുത്തെ വ്യത്യാസം? ഒന്ന് ശ്രദ്ധിച്ചേ. n=1 എന്ന് പറയുന്നത് ഇൻപുട്ട് ബോക്സിലാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത്?
അല്ല, ഒരു റെക്റ്റാങ്കിൾ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണ്? അവിടെ നമ്മൾ ഇൻപുട്ട് കളക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം എന്നിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷനാണ്. ഓക്കെ, ഒരു ഓപ്പറേഷനായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോസസ്സായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് അതിനെ റെക്റ്റാങ്കിൾ സിമ്പലിൽ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ എങ്ങോട്ട് പോവാണ്? പ്രിൻറ്റ് എൻ എന്ന് പറയുന്ന തേർഡ് സ്റ്റെപ്പിലേക്ക് പോവാണ്. പ്രിൻ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ വി ആർ യൂസിങ് പാരലോഗ്രാം സിമ്പൽ. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 4 n=n+1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും എന്ത് തന്നെയാണ്? ഒരു ഓപ്പറേഷൻ തന്നെയാണ് അല്ലേ? സോ നമ്മളൊരു റെക്റ്റാങ്കിൾ സിമ്പിളിനകത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ പോകുന്നത് എങ്ങോട്ടാ? സ്റ്റെപ്പ് 5 ഇഫ് n <= 100 ദെൻ ഗോ ടു സ്റ്റെപ്പ് 3. അപ്പോൾ എന്ത് കൊടുത്താൽ മതി ആ റോംബസിൻ്റെ ഉള്ളിൽ? ഈസ് n <= 100 വരെ കൊടുത്താൽ മതി. ബാക്കിയുള്ളത് നമ്മളോട് ഒരു ഡയറക്ഷൻ കൊടുക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? യെസ് എന്ന് പറയുന്ന ഒരു ലൈനിനെ നേരെ എടുത്ത് കൊണ്ടുപോയി പ്രിൻ്റ് എന്നിൻ്റെ തൊട്ട് മുകളിലായിട്ട് കൊടുക്കാം അല്ലേ? പ്രിൻ്റ് എന്നിൻ്റെ തൊട്ട് മുകളിലായിട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനി സ്റ്റെപ്പ് 3 തൊട്ടാണ് നമുക്ക് പരിപാടി തുടങ്ങേണ്ടത്. പ്രിൻ്റ് എന്നിൻ്റെ താഴെ കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? പ്രിൻ്റ് ചെയ്യാതെ എന്നിങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഇൻക്രിമെൻ്റ് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്രിൻ്റ് എന്നിൻ്റെ മുകളിലേക്ക് തന്നെ വേണം ഡയറക്ഷൻ കൊടുക്കാൻ. അപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കും 100 വരെ. അതുവരെ എത്തിക്കഴിഞ്ഞാൽ കണ്ടീഷൻ തെറ്റിയില്ലേ? 100 കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പറിലേക്ക് 101 എന്ന് പറയുന്ന നമ്പറിലേക്ക് പോയി കഴിഞ്ഞാൽ ആ നമ്പർ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റുമോ? ആ 101 <= 100 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റി. അപ്പം നമ്മൾ നേരെ താഴോട്ടുള്ള നോ ലൈനിലേക്ക് കയറി നമ്മുടെ ഫ്ലോ ചാർട്ട് സ്റ്റോപ്പ് ചെയ്യും. റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. ഇനി ആ അൽഗോരിതത്തിനെ നമ്മൾ ഒരു വേറെ രീതിയിൽ ചെയ്ത് കാണിക്കുകയാണ് ഇവിടെ. അടുത്ത എക്സാമ്പിൾ നോക്കുക. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് കൊടുത്തു, n=1 കൊടുത്തു. സ്റ്റെപ്പ് 3 എന്ത് പറഞ്ഞു? റിപ്പീറ്റ് സ്റ്റെപ്സ് 4 and 5 while n <= 100. 100 അതിൻ്റെ താഴെയോ ആണെങ്കിൽ പ്രിൻ്റ് n ചെയ്യണം, n=n+1 ചെയ്യണം, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യണം. 2 രീതിയിൽ നിങ്ങൾ ചെയ്താലും ആൻസർ കറക്റ്റാണ്. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലോ ചാർട്ടിന് ചെറിയൊരു വ്യത്യാസം വരും. നോക്കിക്കേ, സ്റ്റാർട്ട് ചെയ്തു, n=n+1 കൊടുത്തു. ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ കൊടുക്കുകയാണ്. ഈസ് n <= 100 ആണോ? യെസ് ആണെങ്കിൽ n പ്രിൻ്റ് ചെയ്യും, n=n+1 ആയി ഇൻക്രിമെൻ്റ് ചെയ്യും, തിരിച്ച് ഇതേ റോംബസ് ഷേപ്പിലേക്ക് തന്നെ പോകും. അല്ല, കണ്ടീഷൻ തെറ്റി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നോ എന്ന ലൈനിലേക്ക് പോകും, സ്റ്റോപ്പിലേക്ക് പോകും. ഓക്കെ, ഓൾമോസ്റ്റ് പ്രോസസ്സുകളൊക്കെ സെയിം ആണ്. പക്ഷേ എന്താണ്, ചെറിയൊരു അറേഞ്ച്മെൻറ്റ് വ്യത്യാസമോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോ ലൈൻസിലുള്ള വ്യത്യാസമോ ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് 4.6 ആണ് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള കുറച്ച് നമ്പേഴ്സ്, n നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം നിങ്ങളൊന്ന് നോക്കുക, അൽഗോരിതം നിങ്ങളൊന്ന് നോക്കുക. സ്റ്റെപ്പ് 1 സ്റ്റാർട്ടാണ്. സ്റ്റെപ്പ് 2 നാച്ചുറൽ നമ്പേഴ്സിനെ കളക്ട് ചെയ്യാനുള്ള വേരിയബിളാണ്, ദാറ്റ് ഈസ് n, ഇൻപുട്ട് n. സ്റ്റെപ്പ് 3 എന്ത് കൊടുത്തു? a = 1 എന്നും s = 0 എന്നും കൊടുത്തു. ഓക്കെ, a = 1 അതുപോലെ തന്നെ s = 0 എന്നും കൊടുത്തു. s എന്തിനാണ്? സമ്മിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ഈ വാല്യൂസിനെ ഇൻക്രിമെൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വേരിയബിൾ വേണം, അതിനെയാണ് നമ്മൾ a എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി സ്റ്റെപ്പ് 4 നോക്കുക. റിപ്പീറ്റ് സ്റ്റെപ്പ് 5 and 6 while a <= n. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് വാല്യൂ എയിലാണ് കൊടുത്തിരിക്കുന്നത്. ആ വാല്യൂനെയാണ് നമ്മളിങ്ങനെ ഐട്രേഷനിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഐട്രേഷൻ എന്ന് വെച്ചാൽ അതിങ്ങനെ ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേരിയബിളാണ്. ഓക്കെ, സോ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫസ്റ്റ് വാല്യൂ ആണ് n എന്ന് പറയുന്നത്. ആ എന്നിനെ പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന 2 സിമ്പിൾസ് ഉണ്ട്, അതാണ് എയും എസും, 2 വേരിയബിൾസ്. ഇനി സ്റ്റെപ്പ് 5 സമ്മ് കാണാൻ വേണ്ടി കൊടുത്തു. സമ്മ് എന്താണ്? s = s+a. സ്റ്റെപ്പ് 6 a = a+1. ഇതിന് ശേഷം
ആ എസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് സ്റ്റെപ്പ് 7. സ്റ്റെപ്പ് 8 ആയപ്പോഴേക്ക് പ്രോസസ്സ് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടാണ്. ഇൻപുട്ട് n എന്ന് പറയുന്നത് പാരലലോഗ്രാം കൊടുത്തു. ദെൻ a = 1, s = 0 എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൽ ഒന്നിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറുകയാണ്. ഈസ് a <= n ആണോ? ആണെങ്കിൽ യെസ് ആണെങ്കിൽ s = s+a, അതിൽ നിന്ന് നേരെ a = a+1, എഗെയിൻ റോംബസിലേക്ക് തന്നെ കയറും. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതെപ്പോൾ ബ്രേക്ക് ചെയ്യും? n എന്ന് പറയുന്ന നമ്പർ നമ്മൾ ഉദ്ദേശിച്ച a <= n എന്ന് പറയുന്ന കണ്ടീഷൻ തെറ്റിക്കുന്നത് വരെ റിപ്പീറ്റ് ചെയ്യും. തെറ്റിക്കഴിഞ്ഞാൽ എന്ത് വരും? നേരെ നോയിലേക്ക് പോകും. അവിടെ നിന്ന് പ്രിൻ്റ് യെസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. സോ സമ്മ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ ആണ് എസ്സിലുള്ളത് അല്ലേ. ഇടയ്ക്ക് വെച്ചുള്ള വാല്യൂസ് ഒന്നും നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നില്ല. അത് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രിൻറ്റിനെ എവിടെ കൊടുക്കണമായിരുന്നു? ഈ എസ് എ ഒക്കെ കൊടുത്തതിൻ്റെ ഓർഡറിൽ സ്റ്റെപ്പ് 5ഉം 6ഉം നോക്കുക അൽഗോരിതത്തിൽ. അതിൻ്റെ അതേ ഓർഡറിൽ ഇൻഡൻറ്റേഷൻ കൊടുത്ത് ചെയ്യണമായിരുന്നു. അതല്ലാതെ 7ൽ ഇൻഡൻറ്റേഷൻ കുറച്ച് മാറ്റി കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ലാസ്റ്റ് എസ് മാത്രം കിട്ടുന്നത്. അതേസമയം എയുടെ തൊട്ട് താഴെ എയുടെ അതേ ലെവലിൽ ഇൻഡൻറ്റേഷനായിട്ട് പ്രിൻ്റ് എസ് കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് വരുമായിരുന്നു? ആ റിസൾട്ടുകളൊക്കെ ഓരോ സമയവും എസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം പ്രിൻ്റ് ചെയ്ത് പോകുമായിരുന്നു. ദെൻ സ്റ്റോപ്പ് ചെയ്യും. അടുത്തത് എന്താണ്? ടു പ്രിൻറ്റ് ദ ഫസ്റ്റ് മൾട്ടിപ്പിൾസ് ഓഫ് എ ഗിവൺ നമ്പർ. ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ആദ്യത്തെ 10 മൾട്ടിപ്പിൾസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം. ഓക്കെ, സോ സ്റ്റാർട്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 2ൽ ഒരു നമ്പർ കളക്ട് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ഇൻപുട്ട് n. സ്റ്റെപ്പ് 3ൽ a = 1 എന്ന് കൊടുത്തു. സ്റ്റെപ്പ് 4ൽ m = a × n. ഈ പറഞ്ഞ എനെ നമ്മളിങ്ങനെ കൂട്ടി കൊടുക്കേണ്ടി വരും. കാരണം എന്താണ്? എന്നിനെ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. n എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ 5 ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ a 1 ആണ് അല്ലേ. സോ 1 × 5. അടുത്ത സ്റ്റെപ്പിൽ ഈ a മാറി 1 മാറി 2 ആകും അല്ലേ. 2 × 5 അങ്ങനെ വേണം വരാൻ. ഓക്കെ, സോ സ്റ്റെപ്പ് 4 നോക്കുക. m = a × n. സ്റ്റെപ്പ് 5ൽ m എന്താണോ കിട്ടിയിരിക്കുന്നത് അത് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തു. ഫസ്റ്റ് സ്റ്റെപ്പാണെങ്കിൽ എന്തായിരിക്കും? 1 × 5, ദാറ്റ് ഈസ് 5. അപ്പോൾ 5 പ്രിൻ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ് 6ൽ a = a+1. ഫസ്റ്റ് a എന്താണ്? 1 ആണ്. അപ്പോൾ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ a എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. അപ്പോൾ ഇനി അടുത്ത പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് m = 2 × 5 എന്നാണ് വരിക. അപ്പോൾ ഈ സ്റ്റെപ്പ് 7 നോക്കുക. റിപ്പീറ്റ് സ്റ്റെപ്സ് 4 to 6 വൈൽ a <= 10. a എന്ന് പറയുന്നത് 1 ആണ് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ. അത് 10 ആകുന്നത് വരെ 10 ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ 10 മൾട്ടിപ്പിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 വരെ അത് വർക്ക് ചെയ്യും. 10 കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. അവിടെ വെച്ച് നേരെ സ്റ്റെപ്പ് 8ലേക്ക് വരും, സ്റ്റോപ്പിലേക്ക്. അപ്പോൾ അതിൻ്റെ ഫ്ലോ ചാർട്ടും കൂടെ ഒന്ന് നോക്കാം. ഫ്ലോ ചാർട്ടിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? സ്റ്റാർട്ട് കൊടുത്തു. n എന്ന് പറയുന്ന നമ്പറിനെ ഇൻപുട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്. ദെൻ a = 1 ആണ് എന്ന് ഒരു ഓപ്പറേഷൻ റെക്റ്റാങ്കിളിൽ കാണിച്ചു. m = a × n എന്ന് ഒരു ഓപ്പറേഷൻ കാണിച്ചിട്ടുണ്ട് അഗെയിൻ. ദെൻ m പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാരലോഗ്രാം യൂസ് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. ദെൻ a = a+1 എന്ന് പറയുന്നത് ഓപ്പറേഷനാണ്. അതിനെ നമ്മൾ റെക്റ്റാങ്കിളിൽ കാണിച്ചു. ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. ഈസ് a <= 10 ആണോ? ആണെങ്കിൽ എഗെയിൻ നമ്മൾ m = a × n എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് പോകും. അതല്ല, ലാസ്റ്റ് 10 വരെ എടുത്തു കഴിഞ്ഞു, ഇനി 11ലേക്കാണ് എന്നുണ്ടെങ്കിൽ നോ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരും, സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലൂപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇതേപോലെ നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു കണ്ടീഷൻ വെച്ച് അതിനെ ഐട്രേറ്റ് ചെയ്ത് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യും. ഓക്കെ, സോ നമുക്ക് 2 രീതിയിലാണ് ലൂപ്സ് ഉള്ളത്. ഒന്ന് എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്, ഒന്ന് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. ഈ എൻട്രി കൺട്രോൾഡും എക്സിറ്റ് കൺട്രോൾഡും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടെ ഇവിടെ ഒന്ന് പറയുന്നുണ്ട്. സോ കണ്ടീഷൻ ചെക്ക് ചെയ്ത്
പ്രോസസ്സിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ ബോഡിയിലേക്ക് ഇൻ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അതേസമയം എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത് പ്രോസസ്സൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ കണ്ടീഷൻ തെറ്റിയെന്ന് വിചാരിക്കുക. നമ്മുടെ കണ്ടീഷൻ തെറ്റാണ് എന്നുണ്ടെങ്കിൽ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ഒരു കാരണവശാലും അതിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യില്ല. അതേസമയം എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയില്ലാത്ത കണ്ടീഷനാണെങ്കിലും എങ്ങനെയൊക്കെ തെറ്റാണെങ്കിലും അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും അതിനകത്തുള്ള ബോഡിയെ എക്സിക്യൂട്ട് ചെയ്യും, റിസൾട്ട് തരും. ഓക്കെ, അപ്പോൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പിൽ വരുന്നത് 2 ടൈപ്പ് ലൂപ്സാണ്. ഒന്ന് ഫോർ ലൂപ്പാണ്, അടുത്തത് വൈൽ ലൂപ്പാണ്. എക്സിറ്റ് കൺട്രോൾഡ് ആണെങ്കിലോ ഡു വൈൽ ലൂപ്പാണ്. ഓക്കെ, അപ്പോൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പിൽ രണ്ടാമത്തെ പോയിന്റ് നോക്കുക. ബോഡി മേ നെവർ ബി എക്സിക്യൂട്ടഡ്. ചിലപ്പോൾ ആ ബോഡി എക്സിക്യൂട്ടേ ചെയ്യൂല. കാരണം എന്താണ്? തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എക്സിക്യൂട്ട് ആവുമോ? ഇല്ല. അതേസമയം എക്സിറ്റ് കൺട്രോൾഡ് ആണെങ്കിലോ എങ്ങനെയൊക്കെ കണ്ടീഷൻ തെറ്റിയാലും ശരി അറ്റ്ലീസ്റ്റ് വൺസ് ആ ബോഡി എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് തരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ വെൻ സ്കിപ്പിംഗ് ഓഫ് ദ ബോഡി ഫ്രം ബീങ് എക്സിക്യൂട്ടഡ് ഇസ് റിക്വയർഡ്. ചില സമയത്ത് നമുക്ക് ചില കണ്ടീഷൻസ് വേണ്ട എന്ന് വരാം, നമുക്കതിനെ സ്കിപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അത്തരം കണ്ടീഷൻസിലൊക്കെ നമുക്ക് എൻട്രി കൺട്രോൾഡിനെ യൂസ് ചെയ്യാം. ഇനി എക്സിറ്റ് കൺട്രോൾഡ് ആണെങ്കിലോ നോർമൽ എക്സിക്യൂഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇയാളെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഓൾറെഡി കുറച്ച് കോഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്ന ഭാഗങ്ങളും അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഭാഗങ്ങളും ഒക്കെ. അപ്പോൾ ഈ ട്രാൻസ്ലേഷനകത്തൊരു ചെറിയൊരു ഡയഗ്രാം വരുന്നുണ്ട്, നോക്കിക്കേ. സോഴ്സ് കോഡാണ് ആദ്യം നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അതിനെ ട്രാൻസ്ലേഷൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഇവിടെ കാണിക്കുന്നത്. ആദ്യം അത് ഒബ്ജക്റ്റ് കോഡായിട്ടാണ് മാറുക. ഒബ്ജക്റ്റ് കോഡ് ആയതിനു ശേഷം അത് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഭാഗം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഡീബഗിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പെർഫോമൻസ് ഇവാലുവേഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു അൽഗോരിതം ബെസ്റ്റ് ആണോ എന്ന് ഫൈൻഡ് ചെയ്യുക? 2 എണ്ണം തന്നു കഴിഞ്ഞാൽ 2 അൽഗോരിതത്തിൻ്റെയും സ്റ്റെപ്സിൻ്റെ എണ്ണം ആദ്യം എടുക്കുക. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കുക നിങ്ങൾ. ഈ ബോക്സിനകത്ത് ഏകദേശം ഈക്വൽ എമൗണ്ട് ഓഫ് സ്റ്റെപ്പാണുള്ളത്. സ്റ്റെപ്പ് 6 അല്ലേ? അപ്പം നമുക്ക് പറയാൻ പറ്റുമോ ഇതിൽ ഏതാ ബെസ്റ്റ് എന്ന്? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിനകത്തുള്ള ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കുക. ഏതെങ്കിലും അൺയൂസ്ഡ് ആയിട്ട് വേരിയബിൾ ചുമ്മാ കിടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇപ്പം അൽഗോരിതം 1 നോക്കിക്കഴിഞ്ഞാൽ S= എന്ന് പറഞ്ഞിട്ട് എല്ലാം സമ്മൊക്കെ ഫൈൻഡ് ചെയ്ത് എടുത്തു വെച്ചു. ആവറേജ് = എന്ന് പറഞ്ഞിട്ട് ഈ സമ്മിൻ്റെ S/3 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണ്. അതേസമയം അൽഗോരിതം 2 നോക്കുക. S ഓൾറെഡി ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെപ്പ് 4 AVG = A+B+C/3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 2 ഏതാണ് ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക? അൽഗോരിതം 1 ആണ് അല്ലേ? ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ അൽഗോരിതത്തിനകത്ത് നമ്മൾ വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്നത്. അൽഗോരിതം 1 പ്രത്യേകിച്ചൊരു വേരിയബിൾ അത് സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടില്ല. മൊത്തം നമ്മൾ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി ഈ കണ്ടീഷൻസ് ഇങ്ങനെ യൂസ് ചെയ്ത് പോകുന്നതിനേക്കാളും വളരെ സിമ്പിളായിട്ട് ഏതാ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? സെക്കൻഡ് അൽഗോരിതമാണ്. ബിഗ് = M1 എന്നോ M2 എന്നോ ഒക്കെ പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെത്തേഡാണ് കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. റെഡിയാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നിന്ന് വരുന്ന ഏകദേശം ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അൽഗോരിതം പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഓൾ സെറ്റ്. പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെയാണ് അൽഗോരിതം പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ബെസ്റ്റ് ഓഫ് ലക്ക്.